ഇന്ന് എങ്ങനെ അതിദാരിദ്ര്യരെ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ ഒറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല അത്. 4 വർഷക്കാലം നീണ്ട വലിയ പരിശ്രമം. അതിൻ്റെ ഘട്ടമായി ആദ്യം അതിൻ്റെ കാറ്റഗറി തയ്യാറാക്കി ഏതെല്ലാം വിഭാഗത്തിലാണ് വീടില്ലാത്തവർ, പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ, ജോലിയില്ലാത്തവർ, ഭൂമി സ്വന്തമായിട്ടില്ലാത്തവർ, ഒറ്റപ്പെട്ടു പോയവർ, അസുഖബാധിതർ, ഇങ്ങനെ പല വിധത്തിലുള്ള കാറ്റഗറികളിലായി അതിദാരിദ്ര്യം കണ്ടെത്തുക എങ്ങനെ എന്ന് ആദ്യം തീരുമാനിച്ചു. വളരെ വിദഗ്ധരുമായി കൂടിയാലോചിച്ചാണ് ആ തീരുമാനം എടുത്തത്. 64,006 കുടുംബങ്ങൾ അങ്ങനെയുണ്ട് കേരളത്തിൽ എന്ന് തിരിച്ചറിഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ഗവൺമെന്റിലെ എല്ലാ മന്ത്രിമാരെയും പങ്കാളികളാക്കിക്കൊണ്ട് ഓരോ വകുപ്പിനും ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ അതത് വകുപ്പുകൾ ചെയ്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതിന്റെ മുഖ്യ ചുമതല ഏറ്റെടുത്ത് ദീർഘമായൊരു കാലം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ് അതിനു വേണ്ടി വന്നത്. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി മേടിക്കാൻ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പട്ടയ വിതരണം, അവിടെ പൊതു പുറമ്പോക്കുകളില്ലാത്ത സ്ഥലത്ത് മനസ്സോടിത്തിരി മണ്ണുൾപ്പെടെ തയ്യാറായവരുടെ കയ്യിൽ നിന്ന് ലഭ്യമാകുന്ന ഭൂമി, അതിൽ വെക്കേണ്ട വീട്, കരൾമാറ്റ ശസ്ത്രക്രിയ ഉൾപ്പെടെ അവയവമാറ്റ ശസ്ത്രക്രിയ വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രക്രിയയായിരുന്നു അത്. അതിദരിദ്രമില്ലാത്ത കേരളം എന്നുള്ളത് കേവലം ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ പ്രഖ്യാപിച്ചൊന്നല്ല. ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ആദ്യം എടുത്ത അജണ്ട ഒരു ആവേശത്തിലങ്ങ് ചാടി പ്രഖ്യാപിച്ച് ചെറിയ ദിവസം കൊണ്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചതുമല്ല. 70ാമത് പിറന്നാളിലേക്ക് പോകുന്ന കേരളം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ശക്തമായിട്ടുള്ള ഒരു ആശയ സംസ്കാരമായി അത് മാറി. അതിദരിദ്രമില്ലാത്ത കേരളത്തെ വിമർശിക്കുന്ന ചില ആളുകളുണ്ട്. വളരെ സന്തോഷപൂർവ്വവും വിനയപൂർവ്വം അവരോട് സൂചിപ്പിക്കാനുള്ളത്, അതിദരിദ്ര കേരളം ഇന്ന് നിലനിൽക്കുന്ന അതിദരിദ്രരായ മനുഷ്യരെ മാറ്റുക എന്നുള്ളതാണ്. നാളെ അതുകൊണ്ട് അതിദാരിദ്ര്യമേ ഉണ്ടാകില്ല ഒരിക്കലും കേരളത്തിൽ എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷെ ഇപ്പോഴുള്ള അതിദരിദ്രരെ മാറ്റി ഇനി അതിദരിദ്രർ സൃഷ്ടിക്കപ്പെടുന്ന അനുഭവം ഉണ്ടായാൽ അത് അപ്പോൾ തന്നെ മറികടക്കാനുള്ള ഒരു സംസ്കാരത്തെ കേരളത്തിലേക്ക് പറിച്ചു നടുക എന്ന വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു ജനകീയമായിട്ടുള്ള സംസ്കാരം കേരളത്തിൽ വളർത്തിയെടുക്കലാണ് യഥാർത്ഥത്തിൽ ഈ അതിദരിദ്രരില്ലാത്ത കേരളം, അതിദരിദ്രമുക്ത കേരളം എന്ന ആശയത്തിലൂടെ നമുക്ക് മുന്നോട്ട് വയ്ക്കാനായത്. യെസ്, കേരളം വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ പ്രഖ്യാപനത്തെ കാണുന്നത്, ആഹ്ലാദത്തോടു കൂടിയാണ് ഈ പ്രഖ്യാപനത്തെ എതിരേൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. പക്ഷേ അപ്പോഴും ചില സംശയങ്ങൾ, വിമർശനങ്ങളൊക്കെ പല ഭാഗത്തു നിന്നായി ഉണരുന്നു. അതുകൊണ്ട് തന്നെ ആ സംശയം മിനിസ്റ്ററോട് ചോദിച്ചു തന്നെ തീർക്കാമെന്ന് തോന്നുന്നു. നമ്മൾ ഈ അതിദരിദ്രർ എന്ന് പറയുന്ന അവരുടെ ആ ഗണത്തെ നമ്മൾ എന്ത് മാനദണ്ഡം വെച്ചാണ്, ആരാണ് അതിദരിദ്രർ കേരളത്തിൽ? കേരളത്തിൽ അതിദരിദ്രർ എങ്ങനെ എന്നുള്ളത് അതിദരിദ്രെ അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ തയ്യാറാക്കിയിട്ടുള്ള ദീർഘമായിട്ടുള്ള ഒരു പദാവലിയുടെ അല്ലെങ്കിൽ ദീർഘമായിട്ടുള്ള ചില ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒന്നാണ്. അതിപ്പോൾ പൂർണ്ണമായിട്ടും എനിക്കിവിടെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ആവശ്യമായ സമയം അതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരും. ഒറ്റയടിക്ക് അതിദരിദ്രർ ഒറ്റ മാനദണ്ഡം കൊണ്ട്, ഒറ്റ വര കൊണ്ട്, അതിനപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാക്കിയതല്ല. ജയകുമാറിന്റെ വരികൾ എന്ന കവിത പോലെ ഒറ്റ വര വരച്ചുകൊണ്ട് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ആയതല്ല. അത് മാനദണ്ഡങ്ങൾ തുടർച്ചയായി, ഉദാഹരണത്തിന് വീടില്ലാത്ത ആളുകളാരൊക്കെ, ഭൂമിയില്ലാത്ത ആളുകളാരൊക്കെ, ഒരു പരസഹായമില്ലാതെ ജീവിക്കാൻ പറ്റാതെ പോയവരാരൊക്കെ, ഒറ്റയ്ക്കാകപ്പെട്ടവരാരൊക്കെ, ഏതെല്ലാം തരത്തിൽ ഒരു ജോലിയുമില്ലാതെ, ജോലിയില്ലാത്ത ധാരാളമായിട്ടുള്ള ആളുകളുണ്ടാകും, എന്നാൽ ഒരു ജോലിയുമില്ലാത്ത വിധത്തിൽ നരകിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരാരൊക്കെ, അഗതികളായ മനുഷ്യർ, ഇങ്ങനെ തുടങ്ങി വിവിധ കാറ്റഗറികളാണ്. ഓരോ വകുപ്പിനും ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ആ വകുപ്പുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കൃഷിയെടുത്ത് മാത്രം ജീവിക്കാൻ പറ്റുന്ന, മൈക്രോ കൃഷിയിലൂടെ ജീവിക്കാൻ പറ്റുന്ന, ഒരു വരുമാനം ഉണ്ടാക്കാവുന്ന ഒരാളാണെങ്കിൽ അവർക്കങ്ങനെ, ഒരു പശുവിനെ കൊടുത്താൽ അത് വരുമാനമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ, ചെറുതായിട്ട് ഒരു ദിവസം കൊണ്ട് കാർഡിലൊരു മാറ്റം വരുത്തുന്നു എന്നല്ല, AAY കാർഡോ PHH കാർഡ് കൊടുക്കുന്നു എന്നല്ല, സ്ഥിരമായ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ പോകുന്നവർ, ചികിത്സ വന്നാൽ, രോഗം വന്നാൽ ചികിത്സിക്കാൻ ഒപ്പം ഒരാളില്ലാത്തവർ, ഏതെങ്കിലും വിധത്തിൽ സമൂഹത്തിന്റെ ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെടുകയും അനാഥരാണ് എന്ന് വിളിക്കപ്പെടുന്ന വിധത്തിൽ ഒറ്റപ്പെടുകയും ചെയ്യുന്ന മനുഷ്യരെ പ്രത്യേകമായ കാറ്റഗറികളിലൂടെ തയ്യാറാക്കിയതാണ്. ഇപ്പോൾ വീടില്ലാത്തവർക്ക് വീടെന്ന് പറയാൻ ലൈഫ് എന്ന പദ്ധതിയുണ്ട്. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി എന്ന് പറയാൻ പട്ടയ വിതരണത്തിന്റെ പട്ടയ മിഷനുണ്ട്. കാടുകളിൽ നിന്ന് ആളുകളെ മാറ്റിക്കൊടുക്കാൻ അതത് സമയത്തുള്ള അന്വേഷകരുണ്ട്. പക്ഷെ ഇതെല്ലാം നടക്കുമ്പോഴും അതിനേക്കാൾ ഒരുപാട് താഴെ, ദാരിദ്ര്യത്തിനും താഴെ നിൽക്കുന്ന മനുഷ്യനെ അതിദരിദ്രരായി പൂർണ്ണമായും ശാസ്ത്രീയമായി കണ്ടെത്തിയ ആളുകളെ ആ ദാരിദ്ര്യത്തിൽ നിന്ന്, ആ കാറ്റഗറിയിൽ നിന്ന് മാറ്റുക. ഇപ്പൊ ചില ആളുകള് AAY കാർഡിന്റെ കണക്കൊക്കെ എടുത്ത് കാണിച്ചിട്ട്
അത് ദാരിദ്ര്യരേഖയിൽപ്പെട്ട BPL എന്ന് പറയുന്ന ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കണക്ക് ബഹുമാനപ്പെട്ട ഭക്ഷ്യവിതരണ മന്ത്രി സഭയിൽ അവതരിപ്പിച്ചതിന്റെ കണക്കെടുത്ത് കാണിച്ച് ഇത്ര പേരില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. പീഡികത്തിണ്ണകളിൽ ആളുകൾ ഇനി ഉണ്ടാകാതിരിക്കുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതൊക്കെ കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എന്തിനാണ് ഒരു നേട്ടത്തിലേക്ക് 64,006 കുടുംബങ്ങളെ അങ്ങനെ ലിസ്റ്റ് ചെയ്ത് 4 വർഷക്കാലത്തിനിടയിൽ ഒരിക്കലും ചോദിക്കാത്ത ചില ചോദ്യാവലികൾ നിരത്തി ഈ അതിദരിദ്ര കേരളത്തിന്റെ പ്രഖ്യാപനം ലോകത്തിന് മാതൃകയായി ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുമ്പോൾ ഇപ്പൊ തന്നെ ചോദിക്കണം എന്ന് നിശ്ചയിക്കുന്നത്? അതിനൊരു ചൊല്ലുണ്ട്, ക്ഷീരമുള്ളൊരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം